എന്റെ വിവാഹം ഉടനെ നടത്തണം പറഞ്ഞ് ഡാഡി വരെ നിർബന്ധം. ആനന്ദപ്പോ എന്റെ പഠിത്തം ഒന്ന് കഴിഞ്ഞ് ഒരു ജോലി ഒന്ന് കിട്ടിക്കോ. അതുവരെ നോക്കിയില്ലേ വേറെ ആണുങ്ങൾ വന്നെ രാജ്യം. എങ്കിലതൊന്ന് കാണുന്നില്ല. എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം ചുണക്കുട്ടി ആരാണ് ഇവിടെ എന്നൊന്ന് അറിയണമല്ലോ. തമാശകള് ബാലു, ഞാൻ സീരിയസ് ആയിട്ട് അറിയണം. ആ അവരാച്ചനങ്ങളുടെ മകൻ സണ്ണിയുടെ പ്രപ്പോസൽ പിന്നെയും വന്നു. ഡാഡി സമ്മതിച്ച മട്ടാണ്. ഡാഡിയോട് ഞാൻ തഞ്ചത്തിലൊന്ന് സൂചിപ്പിച്ചു വെക്കാം. എന്നിട്ട് ബലി ഡാഡി വന്നൊന്ന് കാണണം. കൂളായിട്ട് കാര്യം ഒന്ന് പറയണം. പറയാം. പക്ഷേ നാൻസിയുടെ ഡാഡിയോട് വന്ന് സംസാരിക്കുന്ന മുമ്പ് എനിക്ക് എന്റെ വീട്ടുകാരുടെ അനുവാദം വാങ്ങണം. നോക്കൂ, ഇനിയും താമസിപ്പിച്ചാൽ വെജിറ്റബിൾ ഇവിടെ നോൺ വെജ് ദിവസമുള്ള ഓർഡർ അല്ലേ, പറയാനറിയാം സാർ. പിന്നെ ഇവിടെ ഒരു കോഫി. എനിക്ക് നാൻസി വിഷമിക്കണ്ട. ഞാൻ എന്റെ ഫാദറിന്റെ മണി അടിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ നാൻസിയുടെ വിഷയം മെല്ലെ ഒന്ന് ഹിന്റ് ചെയ്തിട്ടുണ്ട്. മറുപടി ഒന്നുമില്ല, 2 ആഴ്ചയായി. ഉടനെ വരും. ബാലുവിന്റെ ഫാദർ സമ്മതിക്കാതിരിക്കുവോ? ഏയ്, ഇന്നോളം എന്റെ ആഗ്രഹങ്ങൾക്കൊന്നും അപ്പ എതിർന്നു നിന്നിട്ടില്ല. ഇതിനും ഐ ഹാവ് അബ്സല്യൂട്ട് ഫെയ്ത്ത് ഇൻ ദ ഓൾഡ് മാൻ. മൂപ്പിൽസിനെ കയ്യിലെടുത്താൽ പിന്നെ കാര്യങ്ങൾ ഈസിയാണ്. അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന ജോലി അപ്പൊ നോക്കിക്കോളും. വേറെ കിട്ടി. തമാശ എനിക്ക് ഇഷ്ടമാണ്, ബട്ട് നോട്ട് ടു ദിസ് എക്സ്റ്റെന്റ്. നോ, വേറെ എന്റെ മുമ്പിൽ വെജിറ്റബിൾ കട്ട്ലറ്റ് വെച്ചത് ഞാൻ കണ്ടതാണ്. നാൻസിയാണ് പ്ലേറ്റുകൾ മാറ്റിയത്. നോ, ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് സച്ച് dirty tricks. സോറി ബാലു. സോറി. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വാക്കുള്ളതുകൊണ്ട് എന്ന് തോന്നിവാസവും ചെയ്യാവുന്നു. സ്റ്റുപ്പിഡ്. ഞാൻ പക്ക വെജിറ്റേറിയൻ ആണെന്ന് നാൻസിക്ക് അറിഞ്ഞൂടെ? ഓർത്തഡോക്സ് ബ്രാഹ്മൺ. വേറെന്തും ഞാൻ സഹിക്കും, പക്ഷെ ഇത് എന്റെ വിശ്വാസത്തെ, എന്റെ റൂട്ട്സിനെ I just can't tolerate this. Please understand this. ഞാൻ ഇക്കാര്യത്തിൽ വളരെ സെൻസിറ്റീവാണ്. ഐ എം റിയലി ടച്ചി. നാൻസി കാണിച്ചത് തെറ്റ്. ഞാൻ നാൻസിയെ തല്ലിയത് ഐ അഡ്മിറ്റ്, അതും തെറ്റ് തന്നെയാണ്. പ്ലീസ് പ്ലീസ്, സോറി. ഐ സെഡ് ഐ എം സോറി. സോറി പറഞ്ഞില്ലേ, അതങ്ങ് മറന്നു കളി. സേ സംതിങ് പ്ലീസ്. ബാലു, you said you are an Orthodox Brahmin. I'm an Orthodox Christian. നമ്മൾ ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് പോകും? വെരി സിമ്പിൾ. വായിച്ചിട്ടില്ലേ, ഓപ്പോസിറ്റ് പോൾസ് എപ്പോഴും ഒരുമിച്ച് പോകുമെന്ന്? ആവോ, കല്യാണത്തിന് മുൻപ് ബാലുവിന്റെ അടിയുടെ ലെവൽ ഇതാണെങ്കിൽ കല്യാണത്തിന് ശേഷം എന്റെ കോലം എന്തായിരിക്കോ? പറയട്ടെ? വേണ്ട വേണ്ട. മൂപ്പിൽസിന്റെ മറുപടി വരാൻ ഞാൻ കാത്തിരുന്നാൽ ചിലപ്പോ വൈകും. നാളെ കോളേജിലില്ല, ഞാൻ പോയി നേരിട്ട് കണ്ടായിരിക്കാം. എന്റെ ബാലു, നിന്റെ അപ്പാവെ കൊണ്ട് ഞാൻ തോറ്റു. ഈ ഇടയായി എപ്പോ നോക്കിയാലും ഒരേ ചിന്തന. നീ വന്നാലെങ്കിലും ഒന്ന് ചിരിച്ചു കാണാന്ന് വിചാരിച്ചു. എന്റെ കാര്യം കളയി സാവിത്രി. ബാലുവിന്റെ കഥ കേട്ടോ നീ? അവന് കല്യാണം കഴിക്കണമെന്ന്. അവന് ലെറ്റർ അയച്ചിരുന്നു. മറുപടി കാണാനായിട്ട് അന്വേഷിച്ചിറങ്ങിയതാ. ലെറ്ററാ? അവന് വേണ്ടി പെണ്ണന്വേഷിച്ച് നമ്മൾ കഷ്ടപ്പെടണ്ട. അവനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട് അത്രേ. കല്യാണത്തിന് നമ്മുടെ സമ്മതം മാത്രം മതിയെന്ന്. നന്നാർക്ക് ഒരേ ഒരു പുള്ളിയാച്ചെന്നെ ரொம்ப ചെല്ലം കുടിച്ച് വളർത്തിട്ടാണോ ഇല്ലയോ? കണ്ടോടാ ബാലു, നീ ഒരു പെണ്ണിനെ കണ്ടുവച്ചു എന്ന് പറഞ്ഞപ്പോഴേ അമ്മ അവിടെ കോപം. അപ്പൊ നീ കണ്ടുവച്ച പെണ്ണ് ബ്രാഹ്മണ സ്ത്രീ അല്ല,
ഒരു ക്രിസ്ത്യൻ പെണ്ണാണെന്ന് അറിയുമ്പോ എന്തായിരിക്കും റിയാക്ഷൻ? என்ன கிறிஸ்டியானி பொண்ணா என்ன சொல்றேன்? ஏண்டா സാവിത്രി ചോദിക്കാം. സമാധാനമായിട്ട് ആലോചിച്ച് നോക്ക്. അവന് ഇഷ്ടപ്പെട്ട പെണ്ണിയല്ലേ അവൻ കല്യാണം കഴിക്കേണ്ടത്? நீ ஒண்ணு கேட்கண்டா. நான் இதுக்கு சம்மதிக்க மாட்டேன். நம்ம புள்ள ஒரு கிறிஸ்டியானி பொண்ண கல்யாணம் பண்ணிக்கிறதா? சிவசிவா சிவசிவா ஊரெல்லாம் ചിരിക്കുമേ. പാര്, മര്യാദയ്ക്ക് അവൻ നമ്മളോട് സമ്മതം ചോദിച്ചു. പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ഇവൻ തന്നെ ഇഷ്ടപ്രകാരം ഈ കല്യാണം നടത്തിയാലോ? അപ്പൊ ഒരു ശരിക്കാതാ. கடவுளே, நான் என்ன பண்ணுங்க? இது பாருங்க, நீ ஒண்ணுமே தெரியாது. നീക്ക് കൊഞ്ചമാവോ തെരിയും. സാവിത്രി കേൾക്ക്, അവന്റെ ജീവിതം അവന്റെ സന്തോഷത്തിന് വിട്ടുകൊടുക്കണം. അതാ നല്ലത്. ബാലു, ഞങ്ങൾ മാത്രം സമ്മതിച്ചുണ്ടായില്ലല്ലോ. ആ പെൺകുട്ടിയുടെ പേരൻസിനോട് സമ്മതമാവണ്ടേ? അവക്ക് ഡാഡി മാത്രമേ ഉള്ളൂ. അദ്ദേഹം സമ്മതിക്കും. നാൻസിയെ ഞാൻ എങ്ങനെയാണ് വളർത്തിയതെന്ന് മിസ്റ്റർ ബാലുവിന് അറിയാമോ? ഷീ ഗ്രൂ അപ്പ് ലൈക്ക് എ പ്രിൻസസ്. യു ആർ ആൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്. ഈ വർഷം കഴിഞ്ഞാൽ ഡിഗ്രി കിട്ടും. ഒരു ജോലി തേടി കിട്ടിയാൽ തന്നെ മാക്സിമം 2000 രൂപയിൽ കൂടുതൽ ശമ്പളം നിങ്ങൾ കിട്ടില്ല. അതെന്റെ നാൻസിക്ക് ഒരു ബർത്ത്ഡേ പ്രസന്റ് വാങ്ങാൻ തികയില്ല. അവൾക്ക് ഞാൻ 5 മാസം കൊടുക്കുന്ന പോക്കറ്റ് മണി എത്രയാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഞാനത് അന്വേഷിച്ചിട്ടില്ല. നാൻസിക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവളെയും. അതിനപ്പുറം well, I just didn't bother, sir. You may not, പക്ഷേ എനിക്കത് അന്വേഷിച്ചാൽ മതിയാവും. She is my only daughter, my everything. എനിക്കുള്ള ഒന്നേ ഉള്ളൂ. ഒരു പുരുഷന് ഒരു ആയുസിൽ ഒരു സ്ത്രീക്ക് നൽകാൻ കഴിയുന്ന സ്നേഹവും സംരക്ഷണവും അതെനിക്ക് ഇവൾക്ക് നൽകാൻ കഴിയും. ഒരു ഭർത്താവിൽ നിന്നും ഇവൾ പ്രതീക്ഷിക്കുന്നില്ല. എവറിത്തിങ് എ മാൻ കൻ ഗിവ്. അതല്ല അങ്കിൾ പറഞ്ഞ പോക്കറ്റ് മണി, ബർത്ത്ഡേ പ്രസന്റ്, ഈ സ്വത്തുക്കളും ആർഭാടവും ഇതാണ് അതിനേക്കാൾ വലുതെങ്കിൽ, well, then she has to choose. I have nothing to choose. എന്റെ മകളുടെ നല്ല ഭാവിയും സൗഭാഗ്യം ഒഴിച്ച് മറ്റൊന്നും. I'm sorry. നാൻസി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ പോകുന്നു. ബാലു, നാൻസി, ഡാഡി, എത്രയും പെട്ടെന്ന് എന്റെ വിവാഹം നടന്നു കാണണമെന്ന് ഡാഡി തന്നെയല്ലേ പറഞ്ഞത്? ബാലുവിനെ ഞാൻ വിളിച്ചു വരുത്തിയതാണ്. നിന്റെ വിവാഹം നടന്നു കാണുമെന്ന് ഞാൻ പറഞ്ഞു, ശരിയാണ്. പക്ഷെ അത് ഇയാളുമായിട്ടായിരുന്നില്ല. എന്റെയും ഈ കുടുംബത്തിന്റെയും നിലക്കൊത്ത ഒരു ബന്ധം ഞാൻ കണ്ടുറപ്പിച്ചു വെച്ചിട്ടുണ്ട്. മേ ബി, പക്ഷേ ഡാഡി ക്ഷമിക്കണം, ഞാൻ അതിന് സമ്മതിക്കില്ല. നാൻസി, എന്നോടും ഡാഡി അനുസരിച്ചിട്ടേ ഉള്ളൂ ഞാൻ. ഇനിയും ഞാൻ അനുസരിക്കാം. ഞങ്ങളുടെ ഈ ബന്ധം ഡാഡിക്ക് സമ്മതമല്ലെങ്കിൽ ഡാഡിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാനൊന്നും ചെയ്യില്ല. ആയുസ് മുഴുവൻ അനുസരണയുള്ള മകളായി ഞാൻ കഴിഞ്ഞോളാം. അൺമാരീഡ്. ബാലുവിനെ ഒഴികെ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. അത് മാത്രം ഡാഡി എന്നോട് പറയരുത്. നാൻസി, നീ അകത്ത് പോ. ബാലു, എനിക്ക് 2 ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു. 3ാമത്തെ കോളിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. കൗണ്ടിങ് ദ ഡേയ്സ്. നാൻസിയുടെ മമ്മി മരിച്ചതിന് ശേഷം ഞാൻ ജീവിച്ചത് എന്റെ മകൾക്ക് വേണ്ടി മാത്രമായിരുന്നു. മരിക്കുന്നത് എന്റെ നാൻസിയുടെ സന്തോഷം നിറഞ്ഞ ജീവിതം കണ്ടുകൊണ്ടാവണമെന്നാണ് ആശ. അവൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി, കരയാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ബന്ധത്തിന് സമ്മതം തരാം. എന്റെ നാൻസി, അവൾ ഒരിക്കലും കരയരുത്, കരയേണ്ടി വരരുത്. I promise, sir. ഡാഡി, ഒരു കാര്യം, Sir. ബാലുവിന്റെ പഠിത്തം കഴിഞ്ഞ് ഒരു ജോലി കിട്ടുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. വിവാഹം ഉടനെ നടത്തണം.
സിരകളിൽ സ്വയം ഒഴിഞ്ഞ തേത്തുള്ളികൾ പൂഞ്ചിപ്പിയിൽ വീണ നീർമുത്തുകൾ ശീതാനീലം വന്നോതുന്നു കാതോടു കാതിൻ മോഹങ്ങളെ ഇതാ ഇതാ ഇളം മേനികൾ ആനന്ദമാ ആമോദമാ ഈ വേളയിൽ ഈ വീതിയിൽ ആവാദച്ചൂടമൊരാലിംഗനം സിരകളിൽ സ്വയം ഒഴിഞ്ഞ തേന്തുള്ളികൾ പൂഞ്ചിപ്പിയിൽ വീണ നീർമുത്തുകൾ കാതിൻ മോഹങ്ങളെ ശീതാനിലൻ വന്നോതുന്നു ഇതാ ഇതാ ഇളം മേനികൾ സിരകളിൽ സ്വയം നീ എവിടെയായിരുന്നു? ഞാൻ കൊച്ചിയിൽ നിന്ന് 5-6 തവണയായി ഫോൺ വരുന്നു. നിന്റെ അച്ഛന് സുഖമില്ലെന്ന്, കുറച്ച് സീരിയസാ. നീ ഉടനെ പുറപ്പെടണം. ഡാഡിയോട് പറഞ്ഞ് കാറെടുത്ത് പോകാം. വേണ്ട, ബൈക്കുണ്ടല്ലോ, നാൻസി പൊയ്ക്കോളൂ. ഞാൻ ചെന്നിട്ട് വിവരം അറിയിക്കാം. മോനെ, അപ്പ പോയി. ആത്മഹത്യയായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഉച്ചയായി ബോഡി കിട്ടിയപ്പോൾ
എന്തിനായിരുന്നു അപ്പ ആത്മഹത്യ ചെയ്തത്? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? ടെൽ മീ പ്ലീസ്. കഴിഞ്ഞ കുറെ നാളുകളായി സ്വാമി വളരെ വറീഡാണ്. കമ്പനി കാര്യങ്ങൾ ആകെ കുഴഞ്ഞു കിടക്കും. പല ട്രാൻസാക്ഷൻസും ഡയറക്ടർമാർ ടെലിഫോണിൽ കൂടെ വിളിച്ചു പറയും. സ്വാമി ഇത് ചെയ്യും, ഒന്നിനുമില്ല രേഖ. 20 ലക്ഷം രൂപയുടെ മിസ്അപ്രോപ്രിയേഷന് എന്നോട് വിശദീകരണം ചോദിച്ചാൽ ഞാനിവിടെ പോകും. അത് കൊള്ളാം. താനല്ലേടോ സ്വാമി ഇവിടുത്തെ ജനറൽ മാനേജർ. അപ്പൊ പിന്നെ ഇവിടുത്തെ കണക്കുകളുടെ ഉത്തരവാദിത്തം തനിക്കല്ല, പിന്നെ ആർക്കാ? നിങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞുള്ള പേയ്മെന്റ്സ് മാത്രമേ ഞാൻ നടന്നിട്ടുള്ളൂ. ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞു എന്ന് താൻ പറയുന്നു. അതിപ്പോ ഞങ്ങളുടെ പേര് പറഞ്ഞു വേറെ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞല്ലെന്ന് ആർക്ക ഉറപ്പ്? എനിക്കുറപ്പുണ്ട്. ഈ കമ്പനിയിൽ നിങ്ങൾക്ക് മുമ്പേ ജോലിക്ക് വന്നവനാണ് ഞാൻ. 10-15 വർഷമായി നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു. എനിക്ക് തെറ്റിയിട്ടില്ല. ഇയാൾക്ക് അത്ര ഉറപ്പാണെങ്കിൽ കോടതി ചെന്ന് തെളിയിക്കൂ. എന്റെ സ്വാമി, ഇവിടെ കിടന്ന് വെറുതെ അച്ചാപിച്ച പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. താൻ പോ. ഇത്രയും വർഷം പൂർണ്ണ മനസാക്ഷിയോടെ ഈ കമ്പനിയിൽ ജോലി ചെയ്തു. ചെയ്യാത്ത തെറ്റിന് കള്ളൻ എന്ന പേര് ചുമത്തി സസ്പെൻഷൻ ഓർഡർ തന്ന് എന്നെ ഇറക്കി വിടരുത്. എനിക്ക് കൂടുതൽ വിസ്തരിക്കണ്ട. ഇനി പറയാനുള്ളത് കോടതിയിലോ പോലീസിലോ ചെന്നയക്കൂ. ഞങ്ങൾക്ക് ഇവിടെ 100 കൂട്ടം പണി കിടക്കുന്നു. എന്നോട് കാണിക്കുന്ന ഈ ചതിക്ക് നിങ്ങൾ അനുഭവിക്കും. ഗുഡ് ബൈ. ഗുഡ് ബൈ പറഞ്ഞിറങ്ങിയത് എന്നേക്കുമായിട്ടാണെന്ന് അന്ന് കരുതിയില്ല. അഭിമാനമായിരുന്നു സ്വാമിയുടെ ഏറ്റവും വലിയ സ്വത്ത്. അതിന് പോറലേൽക്കുമെന്ന് വന്നപ്പോൾ 20 ലക്ഷം രൂപയുടെ കണക്കിന് സ്വാമി ഉത്തരം പറയണം. സ്വാമി അല്ലെങ്കിൽ സ്വാമിയുടെ സ്വത്തുക്കൾ. കമ്പനി കേസുമായിട്ട് മുമ്പോട്ട് പോവുക. അതേ കുഞ്ഞെ, ഈ വീടും കുഞ്ഞിന്റെ സ്വത്തുക്കളും എല്ലാം ഏത് നിമിഷവും അവർ ജപ്തി ചെയ്ത് കൊണ്ടുപോകാം. ഉടയവന് പോലും ഇല്ലാത്ത കൂറായിരുന്നു സുബ്രഹ്മണ്യർക്ക്. എന്നിട്ട് എന്തായി? ഒരു മുഴം കയറിൽ തന്നെത്താനെ അവസാനിപ്പിച്ചുവല്ല. ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ഇങ്ങനെ ചത്തുടങ്ങത്തുള്ളൂ. അതാതിന്റെ ഇണക്കത്തിന് നമ്മുടെ സൈഡ് ചേർന്നെങ്കിൽ നിന്നിരുന്നെങ്കിൽ ഉള്ളതിൽ ഓഹരിയും വാങ്ങി മര്യാദയ്ക്ക് കഴിയാമായിരുന്നു പട്ടർക്ക്. കള വേറെ വല്ല ഉണ്ടേ പറ. വരൂ ബാലു. വിവരം അറിയുമ്പോ ഞാനങ്ങ് ബാംഗ്ലൂരിലായിരുന്നു. പ്ലാന്റേഴ്സിന്റെ ഒരു മീറ്റിംഗ്, വരാൻ പറ്റിയില്ല. ഞങ്ങളിത് ഇപ്പോഴും സ്വാമിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കമ്പനിയുടെ ഒരു നെടുന്തൂണായിരുന്നു സ്വാമി. മോനെന്താ നിൽക്കുന്നത്? വാ ഇരിക്കേ. വേണ്ട, എനിക്കൊരു സഹായം വേണം. പറഞ്ഞോളൂ. എന്റെ അപ്പാക്കെതിരെ കമ്പനി ഫയൽ ചെയ്തിട്ടുള്ള ധനാപകരണ കേസ് പിൻവലിക്കണം. സാർ, 20 ലക്ഷം പോയിട്ട് ഒരു പൈസ പോലും അദ്ദേഹം എടുത്തിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം. എനിക്കും ഈ സത്യം മറ്റുള്ളവരും കൂടി അറിയണം. അദ്ദേഹം നിരപരാധിയായിരുന്നുവെന്ന് ഈ കടലാസിൽ എഴുതി ഒപ്പിട്ട് തരണം. ചുമ്മാ നടക്കാത്ത കാര്യം പറയാതെ കൊച്ചിനെ. യു ഹാവ് ടു ഡു ഇറ്റ്. അപ്പാവായിരുന്നു നിങ്ങളുടെ മുന്നിലെ ഏക പ്രതിബന്ധം. അത് ഒഴിവാക്കി കിട്ടിയതിന്റെ സന്തോഷം ആഘോഷിക്കുവാൻ നിങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. ഇത് എഴുതി ഒപ്പിട്ട് തരാതെ ഞാൻ പോവില്ല. ആരോടാണ് കളിക്കുന്നറിയാതെ ചുമ്മാ വേഷം കെട്ടരുത്. പൊന്നുവാനങ്ങ് പോ. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. വന്ന കാര്യം സാധിച്ചിട്ടേ ഞാൻ മടങ്ങും.
Huh.